ഇന്ന് തേങ്ങയൊന്നും ചേർക്കാതെ സവോള വഴറ്റാതെ തക്കാളി കൊണ്ട് നല്ലൊരു ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ചട്നിയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ചട്നി തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനിപ്പോൾ തേങ്ങ ഒന്നും വേണ്ട, ഉള്ളി വഴറ്റി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഉള്ളിയും തേങ്ങയൊന്നും ഇല്ലാത്ത സവോള, ഉള്ളി, തേങ്ങ ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ചട്നി തന്നെയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇത് മാത്രം മതി കഴിക്കാൻ. അത്ര ടേസ്റ്റാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇങ്ങനൊരു ചട്നി ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചട്നി ഉണ്ടാക്കിയതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. അതിന് വേണ്ടി ഞാൻ കുറച്ച് തക്കാളിയാണ് കേട്ടോ, 4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. 4 തക്കാളി നല്ലപോലെ കഴുകി തുടച്ച് കൊണ്ടുവന്നതാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ആ മൂക്ക് ഞെട്ടി ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇതാ ഞെട്ടി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. വട്ടത്തിലാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ ഇങ്ങനെ വട്ടം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതുമാതിരിയാണ് ഞാൻ ഇങ്ങനെ വട്ടം കട്ട് ചെയ്യുന്നത്. എല്ലാ തക്കാളിയും നമുക്കിങ്ങനെ വട്ടം കട്ട് ചെയ്യാം കേട്ടോ. അതാ എല്ലാം ഞാനിങ്ങനെ വട്ടത്തിലിങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. ഇങ്ങനെ ഉള്ള ഈ തക്കാളി ചട്നി നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തിരി അല്പം വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ തക്കാളി ഒന്ന് വറുത്തെടുക്കാനുള്ളതാണ്. പിന്നെ വറുത്തെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് 4 പുറമൊക്കെ ഒന്ന് ചുറ്റിച്ചു. അതിനുശേഷം നമ്മൾ വട്ടം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. അതാ ഇങ്ങനെ നിരത്തി ഓരോന്നായിട്ട് ഞാൻ ഈ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതാ എല്ലാം ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു. അത് അടിഭാഗം ഒരുവിധം വെന്ത് വന്നപ്പോൾ നമ്മളത് എല്ലാം ഓരോന്നായിട്ട് നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 പുറവും അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അടിഭാഗം വെന്തപ്പോൾ മറിച്ചിട്ട് 2 സൈഡും അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. എല്ലാം ഞാനിങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാ എല്ലാം ഞാനിങ്ങനെ മറിച്ചിട്ടു കേട്ടോ. ആ സൈഡ് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതാ അങ്ങനെ നിരത്തി ഇങ്ങനെ മറിച്ച് വെച്ചു കേട്ടോ. എല്ലാം ഞാനിങ്ങനെ മറിച്ച് വെച്ചു. 2 സൈഡും ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡും നല്ലപോലെ നമുക്ക് വെന്ത് ഫ്രൈ ആയിട്ട് കിട്ടണം. 2 സൈഡും ഇങ്ങനെ വെന്ത് വന്നപ്പോൾ ഞാനൊരു ചിമട്ട എടുത്തിട്ട് അതിൻ്റെ തൊലി ഉണ്ടല്ലോ, ആ തൊലി നമുക്കിങ്ങനെ നീക്കണം കേട്ടോ. പെട്ടെന്ന് തൊലി കിട്ടും നമുക്കിതാ. ചിമട്ട കൊണ്ട് നമുക്കിങ്ങനെ തൊലി ഇങ്ങനെ എടുക്കാവുന്ന കാര്യമുള്ളൂ. പെട്ടെന്ന് കിട്ടും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. തൊലി നമുക്കിങ്ങനെ മാറ്റി കളയാം. തൊലി നമുക്ക് ആവശ്യമില്ല. തൊലി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് കിട്ടണുണ്ട് കേട്ടോ അതിൻ്റെ തൊലി. അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. തൊലി നമുക്ക് കളയാം. എല്ലാം ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തൊലിയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ തൊലിയൊക്കെ മാറ്റി 2 സൈഡും ഇങ്ങനെ ഫ്രൈ ആയിട്ട് വന്നു കേട്ടോ. ഇതാ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പച്ചയ്ക്ക് അരയ്ക്കുന്നതിനേക്കാളും ഇങ്ങനെ ഫ്രൈ ചെയ്ത് അരയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. ദാ എല്ലാം ഇങ്ങനെ തൊലി മാറ്റി കളഞ്ഞു കേട്ടോ. എല്ലാം തൊലി ഇങ്ങനെ മാറ്റി എടുത്തു.
എല്ലാം തൊലി മാറ്റി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം പകുതി ഞാൻ ആദ്യം വേവിച്ചെടുത്തു. ബാക്കി പകുതിയും കൂടി ഉള്ളത് ഞാനിങ്ങനെ ഫ്രൈ പാനിൽ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇങ്ങനെ പരത്തി പരത്തിയിട്ടു. അതും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം കായം അതിൽ നിന്ന് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കഷ്ണം കായം, ചെറിയൊരു കഷ്ണം കായം പൊരിച്ചെടുത്തു. അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാനൊരു 2 ടീസ്പൂണ് ഉഴുന്നും പരിപ്പ് 2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും കൂടി വറുത്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ്. ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് അത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മളിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുവിധം ചുവന്ന് തുടങ്ങി. അപ്പം നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്നും മാറ്റാം കേട്ടോ. ഞാനതെല്ലാം ഇങ്ങനെ വെളിച്ചെണ്ണയിൽ നിന്നും മാറ്റി. നല്ലപോലെ ചുവന്ന് വന്നു. അതിന് ശേഷം വെളിച്ചെണ്ണയിൽ നിന്നും മാറ്റി. അതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് 2 ടീസ്പൂണ് കടലപ്പരിപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പരിപ്പൊടി ഉണ്ടാക്കുന്ന പരിപ്പുണ്ടല്ലോ, 2 ടീസ്പൂണ് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കടലപ്പരിപ്പ്. അപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും നല്ലപോലെ ചുവക്കെ വറുത്തെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കളറൊക്കെ മാറി കേട്ടോ. കടലപ്പരിപ്പിൻ്റെ ആ കളറൊക്കെ മാറി നല്ല ചുവപ്പ് കളറായി. അപ്പോൾ അത് ഞാൻ അതിൽ നിന്നും മാറ്റി. അതിനുശേഷം അതേ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് 5-6 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ വറ്റൽമുളകും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കളർ നഷ്ടപ്പെടാതെ ലോ ഫ്ലെയിമിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. കരിയാതെ നോക്കണം. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ മുളകും നല്ലപോലെ ഫ്രൈ ആയി വന്നപ്പോൾ ആ മുളക് ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റി കേട്ടോ. എല്ലാം ഞാനിങ്ങനെ വറുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ച് കൊണ്ടുവരണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കേട്ടോ. ആദ്യം തന്നെ പരിപ്പ്, മുളക്, കായം ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചു. ആ പൊടിച്ചതിൻ്റെ മുകളിൽ തക്കാളി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിന് അതും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ അരച്ച് കൊണ്ടുവന്നു. നല്ലൊരു ടേസ്റ്റി ചട്നിയാണ് കേട്ടോ. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഇത് മാത്രം മതി. നല്ല ടേസ്റ്റി ചട്നിയാണ്. അതിനുശേഷം വെളിച്ചെണ്ണയിൽ കടുകും മുളകും കരിവേപ്പിലയൊക്കെ ഇട്ട് ഞാനൊന്ന് വറുത്ത് കിട്ടും. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു പ്രത്യേക രുചി, നല്ലൊരു മണവും നല്ലൊരു രുചി തന്നെയാണ്. ഇഡ്ഡലി ദോശ കഴിക്കാൻ ഈ ഒരു ചട്നി മാത്രം മതി. അത്രയ്ക്കുള്ള ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ചട്നിക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.